ഹായ്, നമസ്കാരം. ഇന്ന് വേറൊരു കൃഷിയുടെ ഒരു ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പ്രതീക്ഷിക്കാത്ത കൃഷിയാണ് അത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോളകം. നമ്മുടെ നാട്ടിലൊക്കെ ചോളകമുണ്ട്, പിന്നെ ഇപ്പോൾ വരവ് ചോളകം, സ്വീറ്റ് കോൺ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ വിത്ത് അന്വേഷിച്ച് കുറേ സ്ഥലത്ത് നടന്നു, പക്ഷെ ആ വിത്ത് കിട്ടിയില്ല. സാധാരണ ചോളകത്തിൻ്റെ വിത്തൊക്കെ കണ്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഒരു പരീക്ഷണം ചെയ്യാമെന്ന് തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചു. പകുതി വരെ വിജയമായിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കാൻ പോകുമെന്ന് അറിയത്തില്ല. അപ്പോൾ സംഗതി ഇതാണ്. ഇത് കണ്ടോ, സ്വീറ്റ് കോൺ. ഇത് പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം മധുരമായിട്ടുള്ള നല്ല രുചിയാണത്. ഇതിൻ്റെ ചോളത്തിന് വലിയ കാഠിന്യമൊന്നുമില്ല, നല്ല കറിയെന്ന് കടിച്ച് കഴിക്കാം. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇതിൻ്റെ വിത്ത് അന്വേഷിച്ച് പല സ്ഥലത്തും നടന്നു, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഞാൻ സ്വീറ്റ് കോൺ മേടിച്ച് ഇതെടുത്ത് ഉണക്കി നോക്കി, അത് ചുങ്ങിപ്പോയി. അപ്പോൾ പിന്നെ വേണ്ടില്ല, ഒരു പരീക്ഷണത്തിൽ മുന്നേറാമെന്ന് വിചാരിച്ച് ഇത് കുറേ പച്ചയ്ക്ക് വിത്തിട്ടു. അത് ഭാഗ്യമോ ആയിരിക്കാം. അതിൻ്റെ കുറേ ചോളങ്ങൾ മുളച്ചു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിക്കാം. കാരണം ഞാൻ മാത്രം കഴിച്ചാൽ പോരല്ലോ സ്വീറ്റ് കോൺ, നിങ്ങളും കഴിക്കണം. കാരണം ഇപ്പോഴേ ഇത് മുളച്ചുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. കാരണം മുളച്ചിലേക്ക് കാണിക്കത്തില്ല, പിന്നെ എത്രത്തോളം വിജയകരമായിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആ വിത്തിട്ട് മുളപ്പിച്ച ചോളം നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ആദ്യമായിട്ട് വിത്തിട്ടപ്പോൾ എനിക്ക് കുറേ വിത്തിട്ടു. അപ്പോൾ അതിനകത്തുനിന്ന് ഒന്ന് രണ്ടെണ്ണം മുളച്ച് കിട്ടി. അപ്പോൾ അതിനെ ഞാനൊരു ചട്ടിയായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിലാണ് അത് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പം അതിന് ശേഷം പിന്നെയും വിത്തിട്ടു കേട്ടോ. വിത്തിട്ടപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണം മുളച്ചിട്ടുണ്ട് ചട്ടിക്കകത്ത്. ആദ്യ ബാച്ചിൽ മുളച്ച കുറച്ച് തൈയുടെ വിത്ത് പാകിയതാണിത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അന്നേരം ഒരു 3 തൈ ഒരു ചട്ടിക്കകത്തേക്ക് നട്ടു വെച്ചതാണ്. പക്ഷേ ഇത് ബലം കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നു. പിന്നീട് കുറച്ച് ചോളം കൂടെ കുത്തിയിട്ടു, മുളയ്ക്കത്തിരുന്ന് വിചാരിച്ച കുറേ നാളുകളായി. പിന്നെ ഇട്ടത് ഈ ട്രെയിലാണ് കേട്ടോ. ഒരു കന്നാസിൻ്റെ ഇത് ഞാൻ കൃഷിക്കായിട്ട് മുറിച്ച്, അപ്പോൾ അതിനകത്ത് ഒന്ന് പരീക്ഷണാർത്ഥം വെച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ഇതിലും കൂടി ഇട്ടു. ഇതുണ്ടോ, മുളച്ച് വരുന്നുണ്ട്. ഇത് കുറച്ച് മണ്ണിന് അടിയിലായതുകൊണ്ട് കുറച്ച് താമസിച്ച് മുളയ്ക്കാൻ. എന്തായാലും വേണ്ടില്ല, ഇത്രയും വിജയത്തിലൂടെ ഞാൻ എത്തിയിട്ടുണ്ട്. പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഇതെടുത്ത് കാണിക്കുന്ന ഉദ്ദേശം നിങ്ങളും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ചോളകം മേടിച്ചിട്ട് വന്നിട്ട് ഇതുപോലെ ഒടിച്ച് കുറേ വിത്തുകൾ അടർത്തിയെടുത്ത്, അപ്പോൾ കണ്ടോ ഇതുപോലെ വിത്തെടുത്താണ് ഞാൻ നട്ടത്. അടർത്തിയെടുത്തതിന് ശേഷം ഉടനെ അങ്ങ് നടണം കേട്ടോ. കാരണം വെച്ചേക്കണ്ട, കാരണം ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെയിൽ കൊണ്ടേ ചുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഉണക്കി നോക്കിയപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായി ചോളകം, കാര്യം ചുങ്ങിപ്പോയത്, അതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഞാനിനിയിപ്പോൾ ഇതൊന്നും നടാൻ പോവാം. ഇപ്പോൾ പുതിയൊരു കാണിക്കാൻ വേണ്ടി മേടിച്ചു കൊണ്ടുവന്ന്, അപ്പോൾ ഇതൊരു അടുത്തൊരു ബാച്ചായിട്ട് വളരട്ടെ. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. കാരണം നമുക്ക് പരീക്ഷിച്ച് നോക്കാന്നേ. വിജയിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വീട്ടിലും പോപ്കോൺ നമുക്കിങ്ങനെ ഉണ്ടാക്കാം. 30 രൂപ ആ ഒരു ചോളകത്തിൻ്റെ വില, 30 രൂപയാണ്. നിസ്സാരമല്ല. കാരണം ഒരു ചെറിയൊരു ചോളകപ്പൂതയ്ക്ക് 30 രൂപ കൊടുത്ത് വാങ്ങി കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി ഇതാണ്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഈ പരീക്ഷണം എൻ്റെ കൂടെ നിങ്ങളും ഒന്ന് നടത്തി നോക്ക്. എവിടം വരെ വിജയിക്കും എന്ന് നമുക്ക് നോക്കാം. ഒരുപക്ഷെ എനിക്ക് പരാജയമാണ്, നിങ്ങൾക്ക് വിജയമാകട്ടെ. ഓക്കേ.